മഴത്തോരും മുൻപേയുടെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന വന്നതോടെ എൽസമ്മയുടെ വീട്ടിൽ വല്ലാത്ത മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് ആരോടും തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കാനുള്ളൊരു ധൈര്യവും തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ധൈര്യവുമൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് അലീന. അത് ഒരുപാട് ദിവസത്തെ പ്രയത്നം കൊണ്ടൊന്നുമല്ല, തൻ്റെ കൂടെ നിൽക്കാൻ തൻ്റെ ചോരയിൽ പിറന്ന ചേച്ചിയുണ്ടെന്ന ആ ഒരു ബലം കൊണ്ട് തന്നെ. റീത്താമ്മച്ചിക്കും മകനും നേരെ അവർ വിരൽ ചൂണ്ടി സംസാരിച്ചതുപോലും അലീന എന്ന് പറയുന്ന ആ ഒരൊറ്റ വ്യക്തിയെ കണ്ടിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നോടിയായിട്ട് തന്നെ അലീന തൻ്റെ പപ്പയും തൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള വഴക്കുകളൊക്കെ തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. പപ്പയെ വിളിച്ച് സഹോദരങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. പപ്പയെയും അവരെയും ഒരുമിച്ച് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അലീന ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ അലീന എൽസയെ കൊണ്ടും ടാനിയയെ കൊണ്ടും ടോജോയെ കൊണ്ടുമൊക്കെ സ്റ്റാൻലിയോട് സംസാരിപ്പിക്കുകയാണ്. അവർ പരസ്പരം തൻ്റെ പപ്പയോട് ഫോണിലൂടെയൊക്കെ മാപ്പൊക്കെ പറയുന്നുണ്ട്. അമ്മച്ചിയുടെ വാക്ക് കേട്ട് മാത്രം ഒരിക്കലും പപ്പയെ ഉപേക്ഷിച്ച് പോരാൻ പാടില്ലായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പപ്പ. ഞങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ളവരൊക്കെ സ്നേഹം നടിക്കുകയാണെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ടെൽസയ്ക്കും ടാനിയയ്ക്കും അലീന നമ്മുടെ ജെറിയുടെ വേണ്ടാത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതോടുകൂടി അവൻ്റെ ആ ശല്യങ്ങളൊക്കെ തീർന്നല്ലോ എന്നൊരു സമാധാനവും ഉണ്ടായിരുന്നു കേട്ടോ. അവനെ ഒരിക്കലും ഇവർ വെറുപ്പിക്കാതിരുന്നത് തങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ. എന്നാലും ടെൽസയും ടാനിയയും സഹോദരങ്ങളെ രണ്ടുപേരെയും അവൻ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർക്ക് എതിർക്കാനുള്ളൊരു കഴിവൊന്നും ആ സമയത്ത് തോന്നിയിരുന്നില്ല. ഒരു പട്ടാളക്കാരൻ്റെ മക്കളാണെന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല. എന്തിനും ഏതിനും തന്നോടൊപ്പം തൻ്റെ അമ്മച്ചി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും അതിനെല്ലാത്തിനെയും കുറ്റം കണ്ടുപിടിക്കുന്നത് മാത്രമായിരുന്നു റീത്താമ്മച്ചിയുടെ സ്വഭാവം. പപ്പ അയച്ചു തരുന്ന പണം, ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പപ്പ അയച്ചു തരുന്ന പണം പകുതിയും മുക്കാലും റീത്താമ്മച്ചി എടുത്തിട്ട് ബാക്കിയാണ് റീത്താമ്മച്ചിയുടെ ഔദാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൽസാമ്മയുടെ കയ്യിൽ കൊണ്ട് ചെന്ന് കൊടുത്തിരുന്നതെന്നൊക്കെ അലീന പറഞ്ഞപ്പോൾ മാത്രമാണ് അവർക്കതൊക്കെ മനസ്സിലായത്. അതുവരെയും അവർ അവരുടെ പപ്പയെ കുറ്റപ്പെടുത്തി ജീവിക്കുകയായിരുന്നു. അങ്ങനെ അലീന പപ്പയെയും മക്കളെയും ഒരുമിച്ച് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച ഇവരെയും കൂട്ടി പള്ളി വരെ ഒന്ന് പോകണം. പള്ളിയിലേക്ക് പപ്പയോട് വരാൻ പറഞ്ഞാൽ വരുമെന്ന് വല്യപ്പച്ചന് തോന്നുന്നുണ്ടോ? എന്താണ് വല്യപ്പച്ചൻ്റെ അഭിപ്രായമെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഔതുക്കുട്ടിച്ചായം പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവനെ വരുത്തുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും നീ ഇവിടം വരെയും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചല്ലോ മോളെ. ഇനി ആ പള്ളി വരെയും അവന് വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അവനോട് നമുക്ക് കുട്ടികൾക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അവൻ എന്തായാലും വരും. ഇപ്പം ഇന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവൻ്റെ ആയ സംസാര രീതിയിൽ നിനക്കത് മനസ്സിലായതല്ലേ? അവൻ ഒരുപാട് സന്തോഷത്തിലാണ് സംസാരിച്ചതൊക്കെ എന്നുകൂടി ഔതുക്കുട്ടിച്ചായം പറയുകയാണ്. അലീന ടോജോയോട് ചോദിക്കുന്നുണ്ട്, നാളെ നമുക്ക് പള്ളി വരെയും പോവാം, പള്ളിയിലേക്ക് നമുക്ക് പപ്പയെ വരുത്താം. അതിന് നമ്മൾ എങ്ങനെയാണ് പോവുക? നമുക്ക് പോവാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? നീ ഒരു ഊബർ ബുക്ക് ചെയ്യോ എന്നുകൂടി ചോദിക്കുകയാണ്. ടോജോ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ബുക്ക് ചെയ്യാൻ ചേച്ചി, ഇപ്പം തന്നെ നമുക്ക് നാളത്തേക്കുള്ള ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഫോൺ എടുത്ത് അതൊക്കെ നോക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. വല്യപ്പച്ചനപ്പോൾ കുട്ടികളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. നാളെ നമ്മൾ പോകുമ്പോൾ എന്തായാലും എൽസ നിങ്ങളോട് ചോദിക്കും നമ്മളെല്ലാവരും കൂടി എവിടേക്കാണ് പോകുന്നതെന്ന്. പള്ളിയിൽ പോകുകയാണെന്ന് മാത്രം ആ സമയത്ത് പറഞ്ഞാൽ മതി. അവളെന്തായാലും ഞാനും അലീനയും ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ പോരത്തൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും അലീന പറയുന്നത് വരെ നിങ്ങളുടെ അമ്മച്ചിയുടെ അടുത്ത് നിങ്ങളുടെ പപ്പയെ കണ്ട കാര്യവും സംസാരിച്ച കാര്യവും ഈ ഫോണിലൂടെ സംസാരിച്ച കാര്യവും പോലും നിങ്ങളെ അറിയിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, ടോജോ ആണ് ചോദിക്കുന്നത്, ഇതൊക്കെ എപ്പോഴായാലും അമ്മച്ചി അറിയത്തില്ലേന്ന്.
അപ്പോൾ വല്യപ്പച്ചൻ പറയാണ്, ആ നിൽക്കുന്നവളെ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, അവൾ വലിയ സൂത്രക്കാരിയാണ്. അടുക്കള ഭരണം മുഴുവനും അവളുടെ കൈക്കലാക്കിയിട്ടാ കുളത്തൂപ്പുഴയെന്ന് അവളിങ്ങ് പോകുന്നത്. അടുക്കളയിൽ നടന്നു കൂട്ടിയിരുന്ന അന്യായങ്ങളൊക്കെ ഒന്നൊന്നരായിരുന്നു. അതൊക്കെ കണ്ടുപിടിച്ച് നിർത്തേണ്ടവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയവളാ ആ നിൽക്കുന്നത്. അതുമാത്രമാണോ നടക്കുന്നത്? ഈ എൻ്റെ മകൻ ഈ മണ്ടോദരനുണ്ടല്ലോ എന്നുകൂടി പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ അപ്പച്ചനെ അല്ലെങ്കിൽ പപ്പയെ തരം താഴ്ത്തി പറഞ്ഞതല്ല. അവന് പണം ഉണ്ടാക്കാൻ നല്ലപോലെ അറിയാം. അവൻ ഉണ്ടാക്കുന്നതിനോളം ഒരു ഭാഗമെങ്കിലും ഓരോ വഴിക്കും ഒഴുകിപ്പോകുന്നത് അവൻ അറിയുന്നില്ല. കാരണം അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അവൻ്റെ കയ്യിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്നുകൂടി വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ ടോജോയും ടെൽസയും ടാനിയയും ഒക്കെ വല്യപ്പച്ചൻ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവരെ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബർ എസ്റ്റേറ്റിലും തേയിലത്തോട്ടത്തിലൊക്കെ കണ്ടമാനം അവനറിയാതെ തന്നെ അവർ ഓരോ വഴിക്ക് ഇറക്കുകയും കയറ്റി വിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ അലീനയാണ് കണ്ടെത്തിയത്. സ്റ്റാൻലിക്ക് എല്ലാവരെയും വിശ്വാസമായിരുന്നു. അവനെപ്പോലെ തന്നെയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നവരും എന്നാണ് അലീന സ്റ്റാൻലി ചിന്തിച്ചു വെച്ചിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ അവിടെ ഒരു ക്യാമറയും കൂടി ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, 4 മുക്കിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറകളാണ് ഇപ്പോൾ. അതും സംസാരിക്കുന്നത് പോലും റെക്കോർഡാവുന്ന തരത്തിലുള്ള ക്യാമറകൾ. ഇനി അലീന പറഞ്ഞിട്ടുണ്ട്, കിച്ചണിൽ അവൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ കിച്ചണിലും അവൾ ക്യാമറ വെക്കുന്നു. അത് മാത്രമാണോ, വേറൊരു കാര്യമുണ്ട്, ആരുടെയും ജോലിയൊന്നും അവൾ കളയാൻ നിന്നില്ല. അങ്ങനെ ഒരാളുടെയും ജോലി കളഞ്ഞ് ആ പ്രാക്കൊന്നും എൻ്റെ പപ്പയ്ക്ക് കിട്ടരുതെന്നായിരുന്നു അലീന പറഞ്ഞിരുന്നതെന്നുകൂടി വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ അലീന മുറിയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. അതവൾ പപ്പയോട് സംസാരിക്കാനായിരുന്നു. പപ്പയെ ഫോണിലൂടെ സംസാരിക്കാനായി തുടങ്ങുകയാണ് അലീന. പപ്പ എന്തെടുക്കുന്നു അവിടെ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഞാൻ 2 പെഗ്ഗടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓ, ഇന്നെന്താണാവോ വിശേഷിച്ച് പെഗ്ഗടിക്കാനുള്ള? അല്ല, സബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും കാരണങ്ങളൊക്കെ പപ്പയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്നെന്താണ്? അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഇന്നെൻ്റെ മക്കൾ എന്നെ വിളിച്ചില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ്. ഓ അങ്ങനെ, എങ്കിലേ മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ പപ്പയെ ഇപ്പോൾ വിളിച്ചത്. അതെന്നതാടി കൊച്ചേ മറ്റൊരു കാര്യം? അവർക്ക് പപ്പയെ ഒന്ന് നേരിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന്. മാപ്പ് പറയാനോ? നമ്മളെ ഒരാളുടെ മുമ്പിലും അനാവശ്യമായിട്ട് മാപ്പ് പറയാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കരുതെന്ന് സ്റ്റാൻലി ഉപദേശ രൂപേണ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന പറയാണ്, എൻ്റെ പൊന്ന് പപ്പ, ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാ. ഇതേ അങ്ങനെയൊന്നുമല്ല. അവർക്കൊക്കെ അവരുടെ പപ്പയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. അവർക്ക് അപ്പോൾ പപ്പയെ നേരിട്ട് കാണണം. ഇത്രയും കാലം പപ്പയെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നതിന് അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതൊക്കെ അവർക്ക് പറഞ്ഞു തീർക്കണം എന്ന് തോന്നി, അത്ര തന്നെ. അതിൽ കൂടുതലേ വേറൊന്നുമില്ല. പപ്പ വെറുതെ ആലോചിച്ച് കൂട്ടാൻ നിൽക്കണ്ട. നാളെ രാവിലെ ഞങ്ങൾ പറയുന്ന സമയത്ത് കുർബാന കൂടാനായിട്ട് പപ്പ വരണം. പപ്പയെ ഞാൻ കുർബാന കൂടാനൊന്നും നിർബന്ധിക്കുന്നില്ല, പക്ഷേ പള്ളിയിൽ വെച്ച് നമ്മൾക്ക് പരസ്പരം കാണാനാവുമെന്നൊക്കെ സ്റ്റാൻലി ജോസഫിനോട് അലീന പറയുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഇതുകൂടി കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. സ്റ്റാൻലി അലീനയോട് പറയാണ്, ഞാൻ ഒന്നാമത്തെ വല്ലാത്തൊരു ഹാപ്പി മൂഡിലായിരുന്നു. അപ്പോൾ 2 ബാഗിൽ ഒതുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ 2 4 ആക്കാലേ അലീനെ? ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് ഞാൻ 2 അനുവദിച്ച് തന്നിരിക്കുന്നത്. അതും ഡെയിലി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് ഡെയിലി ഉണ്ടോ പപ്പ? ഹേയ് ഇല്ലടി കൊച്ചേ, ഇതൊക്കെ ഇപ്പോൾ ഇടയ്ക്കല്ലേ ഉള്ളൂ. ഇതുപോലെ സന്തോഷം വരുമ്പോൾ ഞാൻ നോക്കും, അളവൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാലേ ഈ മിലിറ്ററി കോട്ടൊക്കെ കിട്ടുന്നത് പൂത്തി വെച്ചിട്ട് എന്നെ കാണാതെ അടിക്കുന്നുണ്ടോയെന്നൊക്കെ ആർക്കറിയാം. ആ പൗലോ ചായനെ കൂടി വലയിലാക്കിയിട്ട് വേണം
ബാക്കി കാര്യങ്ങളും കൂടി, ഈ കോട്ടയുടെ കാര്യങ്ങളും കൂടി എനിക്കൊന്ന് പിടിക്കാനായിട്ട് എന്ന് അല്പം തമാശ രൂപേണ അലീന പറയുകയാണ്. അപ്പോൾ ഓക്കെ പപ്പ, നമുക്ക് നാളെ പള്ളിയിൽ വെച്ച് കാണാം. ഞങ്ങൾ നാളെ വരാനായിട്ട് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഈ സ്റ്റാൻലി ജോസഫിൻ്റെ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മക്കൾക്ക് വരാൻ ഊബർ ബുക്ക് ചെയ്തോ? നിങ്ങളെന്തിനാ ഊബർ ബുക്ക് ചെയ്തത്? ഇവിടെ നിന്നും ഒരു കാറ് ഞാൻ അങ്ങോട്ട് അയക്കത്തില്ലായിരുന്നോ? അതെ, നമ്മുടെ എൽസാമയും റീത്താമയും ഒന്നും ഇപ്പോൾ തൽക്കാലം നമ്മുടെ കൂടിക്കാഴ്ച ഒന്നും അറിയണ്ട. അതുകൊണ്ടാണ് അവരറിയാതെ എന്ന് വെച്ചാൽ പള്ളിയിൽ പോകണമെന്നാണ് ഞങ്ങൾ പറയുക. പള്ളിയിൽ പോകണം എന്ന വ്യാജേന ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ പപ്പയുടെ കാറുകൾ എന്തെങ്കിലും ഈ കോമ്പൗണ്ടിലേക്ക് കയറിയാൽ ഉറപ്പായിട്ടും അവർക്കത് മനസ്സിലാകും, പപ്പ അയച്ച കാറാണ്, പപ്പയെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണെന്ന്. ഇതിപ്പോൾ പള്ളിയിലേക്കല്ലേ, അതുകൊണ്ട് ഊബർ തന്നെ മതി പപ്പ. പപ്പ എന്തായാലും അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എൻ്റെ സഹോദരങ്ങളെ സൂക്ഷിച്ച് കൊണ്ടുവരാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. അലീന അപ്പോൾ പപ്പയെ കാണുന്നതായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ അലീനയുടെ ഫോണിലേക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കോള് വരുന്നത്. ആരായിരിക്കും? മറ്റാരുമല്ലെന്നേ, നമ്മുടെ മനുശങ്കർ തന്നെയാണ്. മനു അപ്പോൾ 2 ദിവസത്തോളമായി അലീനയെ വിളിച്ചിട്ടൊക്കെ. അലീനയുടെ ഫോണിലേക്ക് മനുവിൻ്റെ കോള് വന്നപ്പോഴേ അലീനയുടെ മുഖത്തൊരു കള്ളച്ചിരിയാണ് വന്നത്. അലീന കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അലീന മനുവിനോട്, എന്തൊക്കെയുണ്ട് മനുവേട്ട വിശേഷങ്ങൾ? മനുവേട്ടനിപ്പോൾ എറണാകുളത്താണോ അതോ കൊല്ലപ്പള്ളിയിലാണോ? ഞാനിപ്പോൾ കൊല്ലപ്പള്ളിയിലുണ്ട്. ഞാൻ ഇന്നലെ അവിടെ നിന്നും വന്നതാ, എറണാകുളത്ത് നിന്ന്. ഇപ്പോൾ അങ്ങനെ തിരക്ക് ഷെഡ്യൂളുകളൊന്നുമില്ല. അപ്പോൾ 2 ദിവസത്തെ ലീവ് വാങ്ങിച്ച് ഇങ്ങ് പോകുന്നതാ. ഒന്ന് കൊളത്തൂപ്പുഴ വരെയും ഒന്ന് വന്നിട്ട് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് കൂടി മനു പറയുകയാണ്. അലീന പറയുന്നുണ്ട്, കൊളത്തൂപ്പുഴ വന്നിട്ട് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണണമെന്നാണെങ്കിൽ കൊളത്തൂപ്പുഴ വന്നാൽ കാണാൻ പറ്റത്തില്ല. ആ വളരെ വേണ്ടപ്പെട്ട ആൾ അഞ്ജലിയിലാണെന്ന് കൂടി അലീന പറയുന്നുണ്ട്. മനു അപ്പോൾ ചോദിക്കുകയാണ്, ഓ നീ അവിടെ നിന്ന് വന്നിട്ടില്ലേ? ഓ പിന്നെ, ഞാൻ ഇതിനിടയിൽ വരികയും തിരിച്ചു പോരുകയും വീണ്ടും ഇവിടെ തന്നെ എത്തിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എന്ത് പറയുന്നു നിൻ്റെ സഹോദരങ്ങളും നിൻ്റെ അമ്മച്ചിയൊക്കെ? എന്നാ പറയാനാ, സഹോദരങ്ങൾ അവിടുത്തെ പോലെ തന്നെ. അവിടെ എനിക്ക് അവരൊക്കെ മെരുക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ എന്താ പറയുക, പൊട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ അവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറിയത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ മനുവേട്ടാ. ഇവിടെ കുട്ടികൾ വളരെ പാവങ്ങളാണ്. അവരുടെ പപ്പ ഒരു പട്ടാളക്കാരനാണെന്നും പപ്പയ്ക്ക് ഇത്രയും സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാളാണെന്നും ഒന്നും ഒരു ബോധമില്ലാത്ത കുട്ടികളാണ്. അവർക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നലായിരുന്നു അവർക്ക്. ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ച് തള്ളി നീക്കുക, മറ്റുള്ളവരെ വാക്കുകൾക്ക് മാത്രം വേണ്ടി ജീവിക്കുക. സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും അവരതൊക്കെ മറച്ചു വെച്ചിട്ട് അതിനേക്കാളൊക്കെ വലിയ സങ്കടത്തിൽ തന്നെയായിരുന്നു ഇവർ. പക്ഷേ 2-3 ദിവസം കൊണ്ട് അവരിൽ വല്ലാത്ത മാറ്റം കണ്ടു ഞാൻ. എനിക്ക് ആ സന്തോഷത്തിലാണ്. അതുകൂടാതെ അവരിന്ന് ഞങ്ങളുടെ പപ്പയെ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചു. നാളെ ഞങ്ങളെല്ലാവരും കൂടി പപ്പയെ കാണാനായി നേരിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മനുവിന് വല്ലാത്ത അതിശയം തോന്നുക. ഇവളെന്താ വല്ല മാലാഖയാണോ? ഈ കരിങ്കല്ല് പോലെ കിടന്നിരുന്ന മനസ്സുകളിലേക്ക് ഇവളെങ്ങനെയാണ് ഇത്രയ്ക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നൊക്കെ മനു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അലീന പറഞ്ഞു തുടങ്ങുകയാണ്, ഇവിടെ ഈ റീത്താമ്മ എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശം തന്നെയാണ് മനുവേട്ടാ. അവർക്ക് കുറേ പണം വേണം. മറ്റുള്ളവരുടെ വികാരങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സ്ത്രീ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും ഒന്നിനും അവരൊരു വിലയും വെക്കുന്നില്ല. അവർ ഒരുപാട് പണം തട്ടിയെടുത്തിട്ടുണ്ട്. എൽസമ്മയെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം തന്നെ വേണ്ടി വരും. കാരണം എൽസമ്മയ്ക്ക് അവരുടെ ചേച്ചിയുടെ സ്വഭാവം ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ലെന്നൊക്കെ മനുവിനോട് അലീന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം റീത്താമ്മച്ചിയുടെ മകനിൽ നിന്നും തൻ്റെ സഹോദരങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുകയാണ്, ഇതെന്താ അലീന,
നിനക്ക് എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങൾ തീർപ്പാക്കുകയും പ്രശ്നങ്ങളിൽ നിന്നും സോൾവ് ചെയ്യിക്കലും ഒക്കെ തന്നെയാണോ ജോലി? ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇവിടെ നിന്നിപ്പോൾ അവിടേക്ക് പോയതെന്നൊക്കെ മനുവിനോടായി അലീന പറയുകയാണ്. മനുവേട്ടനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എന്നെ വേണ്ടപ്പെട്ടവർക്ക് ആ സമയത്ത് കർത്താവ് എന്നെ എത്തിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്ന്. എനിക്കങ്ങനെ വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടില്ലെന്നൊക്കെ. ഇതൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതമെന്ന് പറയുമ്പോൾ മനു പറയാണ്, ദേ എന്നെ കുഴപ്പത്തിലാക്കല്ലേ, ഈ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നതേ ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിട്ടാണെന്ന് മറക്കരുത്. ആ സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. എന്നെ സന്യാസിയാക്കി മാറ്റരുത്. അലീന അപ്പോൾ മനുവിനോട് പറയുകയാണ്, സന്യാസ ജീവിതം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, വളരെ നല്ലത് തന്നെയാണ്, വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്തോളൂ. എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല. എനിക്കേ അലീന എന്ന് പറയുന്ന സ്റ്റാൻലി ജോസഫിൻ്റെയും എൻ്റെ വൈജയന്തി ആൻറ്റിയുടെയും മകളെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സുഖമായി ജീവിക്കാനാണ് ഈ മനുശങ്കറിന് ആഗ്രഹം. പിന്നെ നീ മുമ്പ് എന്താ പറഞ്ഞത്? നിൻ്റെ പപ്പ കൊളത്തൂപ്പുഴയിലെ രാജകുമാരി, യെസ്, പ്രിൻസസ്. ആ പ്രിൻസസിനെ സ്വന്തമാക്കുന്ന പ്രിൻസ് ഞാൻ തന്നെ ആവുന്നതല്ലേ അലീന നല്ലത്? എന്നേക്കാളും യോജിച്ച ഏത് പ്രിൻസാടി നിനക്ക് വരാൻ പോകുന്നത്? നീ അങ്ങ് കൊളത്തൂപ്പുഴയിലെ പ്രിൻസസ് ആണെങ്കിലേ ഞാനിവിടെ കൊല്ലപ്പള്ളിയിലെ പ്രിൻസാടി, മനുശങ്കർ പ്രിൻസ്. എന്തേ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലേ, ഒരു സംശയവും ഇല്ല. ഈ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ച് തന്നിരിക്കുന്നു. അതെ, നീ സമ്മതിച്ച് തന്നെ തരണം. എന്തൊക്കെയായിരുന്നു ആരുമില്ലാണ്ട് ഓരോ അടുക്കളയിൽ കൊല്ലപ്പള്ളിയിലെ കമലയുടെ ശത്രുതയും പിടിച്ചു പറ്റിക്കൊണ്ട് അടുക്കളയിൽ ചുരുണ്ടുകൂടിയ ആ അലീനയെ ഞാനിടയ്ക്ക് ഓർക്കാറുണ്ട്. എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിലേക്ക് ചേക്കേറിയ ആ അലീനയെ. അതിനുശേഷം നെടുമ്പുരയ്ക്കൽ തറവാട്ടിലെ വൈജയന്തിയുടെ അടുക്കളക്കാരിയായി മാറി. അവിടം തൊട്ട് കുറച്ചും കൂടി സ്നേഹം ആ അലീനയോട് ഈ മനുശങ്കർ പ്രിൻസിന് തോന്നിത്തുടങ്ങി. ഇന്നിപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ കൊട്ടാരമറ്റത്തിലെ പ്രിൻസായപ്പോൾ ആ ഇഷ്ടത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അതു നീ പ്രിൻസസ്സായി എന്നറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. മനുശങ്കറിന് ആ അടുക്കളക്കാരിയോട് തോന്നിയ സ്നേഹം അത് തന്നെയാണ് ഇപ്പോഴും. ഞാൻ ആഗ്രഹിക്കുന്നതും നെടുമ്പുരയ്ക്കൽ തറവാട്ടിലെ ബാലചന്ദ്രൻ്റെ ദത്തുപുത്രിയായി നീ തിരിച്ചു വരണമെന്ന് തന്നെയാണ്. പെട്ടെന്ന് അലീനയുടെ മുഖഭാവമൊക്കെ ആകെ മാറി. അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ, ഏത് കൊട്ടാരമറ്റത്തിലെ പ്രിൻസസ് ആയാലും, ഏത് നെടുമ്പുരയ്ക്കൽ തറവാട്ടിലെ ദത്തുപുത്രിയായാലും, കൊല്ലപ്പള്ളിയിലെ കമലയുടെ വേലക്കാരിയായിരുന്നാലും, എല്ലാത്തിനുമുപരി ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എൻ്റെ സ്നേഹനികേതനത്തിലെ എൻ്റെ ബ്രിജിതാമമ്മിയുടെ ആ മടിത്തട്ടിൽ കിടന്ന് വളർന്ന അലീന. മനുവേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ബാലചന്ദ്രൻ്റെ ദത്തുപുത്രിയാവാനാണ് മനുവേട്ടന് ഇഷ്ടമെന്ന്. എന്നാൽ എനിക്കതിനേക്കാൾ ഇഷ്ടമാണ് ആ സ്നേഹനികേതനത്തിലെ ബ്രിജിതാമമ്മിയുടെ വളർത്തുപുത്രിയാണെന്ന് പറയുന്നതിനോട്. അത് ബാലചന്ദ്രൻ്റെ വളർത്തുപുത്രിയാണെന്ന് പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അലീന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഐഡൻറ്റിറ്റി അതായതുകൊണ്ടാണ്. ഇപ്പോൾ അലീനയ്ക്ക് മനുവേട്ടൻ ഈ പറഞ്ഞ ഒരുപാട് ഐഡൻറ്റിറ്റികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ചേരാത്തതുപോലെയാണ് തോന്നുന്നത്. ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ട് വന്നതല്ലല്ലോ മനുവേട്ടാ. മനുവിന് ഒന്നും പറയണ്ടില്ലായിരുന്നു എന്ന് തോന്നി. മനു പറഞ്ഞു, വേണ്ട അലീന, സോറി, നിൻ്റെ മൂഡ് ഞാൻ വല്ലാതെ ചേഞ്ച് ചെയ്തു അല്ലേ. നീ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന നിമിഷത്തിൽ ഞാൻ വിളിച്ച് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചേക്ക്. അയ്യേ, മനുവേട്ടൻ എന്തിനാ ക്ഷമിക്കുന്നത്? മനുവേട്ടൻ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന് കിടന്നിട്ട് ഒരു അരമണിക്കൂറോളം ഞാനിതൊക്കെ ആലോചിച്ചിട്ടാണ് ഡെയിലി ഉറങ്ങിപ്പോകുന്നത്. അറിയാതെ അങ്ങ് ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകും ഞാൻ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനുവേട്ടൻ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, എന്നെ എന്നും വെറുപ്പോടുകൂടി മാത്രം നോക്കിക്കാണുന്ന എൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട് പേരുടെ മുഖം. മനുവിന് ആകെപ്പാടെ വിഷമത്തിലായിപ്പോയി. അലീന വളരെ സന്തോഷത്തിലായിരുന്നു തൻ്റെ സഹോദരങ്ങളെ
തൻ്റെ പപ്പയ്ക്ക് കൊണ്ടുപോയി കാണിക്കാം, തൻ്റെ പപ്പയും സഹോദരങ്ങളും തമ്മിലുള്ള ആ വഴക്കൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെയൊക്കെ ഓരോ ചിന്തകളിലായിരുന്നു അലീന. എന്നാൽ താൻ വിളിച്ച് എല്ലാം കുളമാക്കി പോയല്ലോ എന്നൊരു വിഷമം മനുവിനുണ്ടായിരുന്നു. മനു ഒരുപാട് സോറിയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരിയാണ് വന്നത്. അലീന അപ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുവേട്ടാ, ഞാൻ എന്നും ആ അലീന തന്നെയാണ്. മനുവേട്ടൻ ഇനി അതൊന്നും പറഞ്ഞ് എന്നെ ക്ലാരിഫൈ ചെയ്യാനൊന്നും നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനുവും അലീനയും ഒരുപാട് സമയം സംസാരിച്ചതിന് ശേഷം പെട്ടെന്നാണ് അലീന സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലീനയുടെ മുറിയിൽ നോക്കിയിട്ട് വല്യപ്പച്ചൻ അവളെ കാണാതെ ആയപ്പോൾ ബാൽക്കണിയിലേക്ക് തിരിച്ച് നടക്കുന്നത്. ബാൽക്കണിയുടെ അകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ അലീന ഫോണിലൂടെ സംസാരിക്കുന്നതും മനുവേട്ട എന്ന് വിളിക്കുന്നതൊക്കെ വല്യപ്പച്ചൻ കേട്ടിരുന്നു. വല്യപ്പച്ചൻ കുറച്ച് സമയം അവിടെ മാറി നിന്നു. അവർ സംസാരിച്ച് കോള് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. കോള് കട്ടാവുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെറിയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ ബാൽക്കണിയിലേക്ക് വരികയാണ്. അലീന ഉടനെ തന്നെ വല്യപ്പച്ചൻ വരുന്നുണ്ട്, മനുവേട്ട നാളെ പപ്പയെ പോയി കണ്ട വിശേഷങ്ങളൊക്കെ പറയാം, നാളെ ഞാൻ വിളിച്ചോളാം, ഓക്കെ ഗുഡ് നൈറ്റ് എന്നിങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യാണ്. എന്നാൽ വല്യപ്പച്ചൻ്റെ മുഖഭാവമൊക്കെ ആകെ ഇത്തിരി ഗൗരവത്തിലായി. വല്യപ്പച്ചൻ വന്നിട്ട് അലീനയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഗൗരവത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അലീനയോട് ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതൊരു കള്ളത്തരായി മാറും. നീ ആരെയാണ് വിളിച്ചതെന്നും ആരോടാണ് സംസാരിച്ചിരുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത്. അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നുണ്ടായില്ല കേട്ടോ. അലീന വീണ്ടും വല്യപ്പച്ചനോട് വാ വല്യപ്പച്ച നമുക്ക് കിടക്കാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ വല്യപ്പച്ചൻ അലീനയെ അവളുടെ കൈകളിൽ കയറി പിടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് കൂടി അയാളിലേക്ക് അടുപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് വല്യപ്പച്ചൻ അലീനയോടായി പറയുകയാണ്, കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് നിൻ്റെ പപ്പ പറഞ്ഞതല്ലേ മോളെ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ മനസ്സിലേക്ക് ഒരേ ആഗ്രഹങ്ങൾ കയറ്റി വെക്കുന്നതെന്ന് അലീന വല്യപ്പച്ചൻ്റെ മുഖത്തിങ്ങനെ പിടിച്ചുകൊണ്ട് പറയാണ്. വല്യപ്പച്ച, ഞാനത് അറിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ കയറ്റിയതല്ല, അത് ഞാൻ അറിയാതെ വന്നുപോയൊരിഷ്ടമാണ്. അത് ഒരുപാട് പേരുടെ വെറുപ്പിനിടയിലാണ് ഈ അലീന എന്ന് പറയുന്ന ഞാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ എത്തിയതും അവിടെ അത്രയും സമയം കഴിച്ചുകൂട്ടി പോകുന്നതും. അവിടെ എനിക്ക് ആകെ ഒരു തണലായിട്ടുണ്ടായത് ഈ മനുവേട്ടനാണ്. അദ്ദേഹത്തോട് തോന്നിയ ഒരു എന്താ പറയേണ്ടത്, എനിക്ക് സംരക്ഷകനായി നിന്ന ഒരാളോട് തോന്നിയ ഒരിഷ്ടം മാത്രമായിരുന്നു അത് ആദ്യമൊക്കെ. പിന്നീട് എപ്പോഴാണ് ഞാൻ പോലും അറിയാതെ അതൊക്കെ വളർന്നതെന്ന് എനിക്കറിയില്ല. അതൊന്നും തുടർന്ന് കൊണ്ടുപോകരുതെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടി ഞാനത് ചെയ്യും വല്യപ്പച്ച. അതിപ്പോൾ പപ്പയായാലും വല്യപ്പച്ചനായാലും. വല്യപ്പച്ചനും പപ്പയ്ക്കും ഒക്കെ വേണ്ടി മനുവേട്ടനെ എന്നോട് മറക്കണമെന്ന് പറഞ്ഞാൽ എനിക്കതിന് കഴിയും. കാരണം ഞാൻ സ്നേഹിക്കുന്നവരാരും തന്നെ എനിക്ക് വേണ്ടി വിഷമിക്കാൻ ഞാൻ തയ്യാറല്ല. വല്യപ്പച്ചനൊരു കാര്യം അറിയോ, ഇപ്പോൾ ഇവിടെ എൽസമ്മയെയും കുട്ടികളെയും ഞാൻ വല്യപ്പച്ചനെയും കൂട്ടിയൊക്കെ പപ്പയുടെ വീട്ടിലെത്തി. അവിടെ കുറച്ച് ദിവസം സന്തോഷമായി ജീവിക്കുന്നതിനിടയ്ക്ക് പപ്പയും എൽസമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് വിചാരിക്കുക. ആ സമയത്ത് പപ്പയോട് നമ്മുടെ എൽസമ്മ പറയുകയാണ്, എന്നെ ആ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല, ആ വീട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണം, ഞാനുമായിട്ട് എൽസമ്മയ്ക്ക് നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ അറിയുന്ന ആ നിമിഷം ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങും. കാരണം ഈ അലീന എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ സന്തോഷങ്ങളെ കളഞ്ഞിട്ടായാലും. അങ്ങനെയുള്ള എന്നോട് വല്യപ്പച്ചൻ ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യരുത് മനുവേട്ടനെ മറക്കണമെന്നും മനുവേട്ടനെ പോലെ ഒരാളെ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അലീനയ്ക്ക് മറ്റൊരു ജീവിതമില്ല, അത്ര തന്നെ എന്ന് കരുതി ഞാൻ മനുവേട്ടനോടും എന്നെ കാത്തിരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ അത് മനുവേട്ടൻ മാത്രമായിരിക്കുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനുവേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, എനിക്ക് വേണ്ടി അതുവരെയും കാത്തിരിക്കണമെന്ന് ആ മനുവേട്ടനോട് ഞാൻ വാക്കൊന്നും പറഞ്ഞിട്ടില്ല വല്യപ്പച്ച. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീര് വല്യപ്പച്ചൻ കാണാതെ ഷോൾ കൊണ്ട് തുടച്ചു.
വല്യപ്പച്ചൻ വളരെ വിഷമത്തോടു കൂടി തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അലീന വല്യപ്പച്ചനോട് പറഞ്ഞു, അതെ മിസ്റ്റർ ഔതുക്കുട്ടി, ചിന്നമ്മയാണ് ഈ പറയുന്നത്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് വന്നേ, നമുക്ക് പോയിട്ട് പഴയ കഥകളൊക്കെ പറയാം. ചിന്നമ്മയുമായിട്ട് മാർക്കറ്റിൽ പോയിരുന്നതും ഞായറാഴ്ചകളിൽ ബീഫും കായക്കറിയും കൂട്ടിയൊക്കെ കഴിക്കുന്നതും കറി വെക്കുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് രാത്രി കപ്പ പറിക്കാൻ പോയ ഒരു കഥ, അതൊക്കെ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ? വന്നേ, എനിക്കേ ഉറങ്ങാൻ സമയമായി. എനിക്ക് കഥ കേൾക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് വല്യപ്പച്ചൻ അറിയത്തില്ലേ? അതും ചിന്നമ്മയുടെ കഥ. അതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വല്യപ്പച്ചനെ ഒന്ന് ഹാപ്പിയാക്കി എടുക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടി ഉറങ്ങാനായിട്ടൊക്കെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തൊട്ടപ്പുറത്തെ മുറിയിൽ കുട്ടികൾ വലിയ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ചെറിയൊരു ടെൻഷനിലൊക്കെയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് തൻ്റെ പപ്പയെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ടൊക്കെ അവർ പോവാൻ നിൽക്കുന്നത്. ടോജോ ടെൽസയോടും ടാനിയയോടും ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ടെൽസ ചെന്ന് അവരുടെ റൂമിൻ്റെ ഡോറൊക്കെ അടച്ച് കുറ്റിയിടുകയാണ്. ടെൽസയും ടാനിയയും തമ്മിൽ സംസാരിക്കുന്നത് എൽസമ്മയെക്കുറിച്ചാണ് കേട്ടോ. അമ്മച്ചിക്ക് നമ്മളോട് വെറുപ്പാവോ ചേച്ചി? ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ അമ്മച്ചിയോട് ഇതൊന്നും പറയാത്തതിന്. ഇത്രയും കാലം നമുക്ക് അമ്മച്ചിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയോട് പറയാതെ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ടെൽസ ടാനിയയും തമ്മിൽ സംസാരിക്കുകയാണ്. ടാനിയ ടെൽസയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്. പപ്പയെയും അമ്മച്ചിയെയും ഒരുമിപ്പിക്കാമെന്നും. അല്ലാതെ പപ്പയുടെ കൂടെ നമ്മളെ അങ്ങ് കൊണ്ടുപോകുമൊന്നുമല്ലല്ലോ. നമ്മൾ നമ്മുടെ അമ്മച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുമല്ലോ. നീ എന്തിനാടി കൊച്ചേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മൾ ഇത്രയും കാലം ആ ജെറിച്ചേട്ടൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഓരോ തോന്നിവാസങ്ങളൊക്കെ കാട്ടിയിരുന്ന കാര്യമൊക്കെ നീ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വല്ലായ്മ തോന്നുക. ചേച്ചി എന്തായിരിക്കുമല്ലേ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക? ഇത് കേൾക്കുമ്പോൾ ടാനിയ പറയുകയാണ്, അങ്ങനെയൊന്നും ചേച്ചി ചിന്തിക്കത്തില്ല. ചേച്ചിക്ക് എല്ലാവരെയും മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടല്ലേ അതിനുശേഷം നമ്മളോടൊന്നും ചോദിക്കാതെ ജെറിയെ ഇവിടെ വരുത്താണ്ടായത്. ഇനിയും അമ്മച്ചി ഈ ജെറിച്ചേട്ടനെയും റീത്താമ്മച്ചിയെയും കുറിച്ചിട്ട് എന്നോട് എന്തെങ്കിലും പറയാൻ വന്നാലുണ്ടല്ലോ, ഈ ജെറിച്ചേട്ടൻ്റെ സകല തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും ഒക്കെ ഞാൻ പറയും. പിന്നെ അന്ന് നിനക്ക് ഓർമ്മയില്ലേ, ജെറിച്ചേട്ടൻ പോലും കാണാതെ ജെറിച്ചേട്ടൻ്റെ ഫോണിൽ നമ്മ കണ്ട മറ്റൊരു വീഡിയോ, അതിനെക്കുറിച്ചിട്ടും ഞാൻ എല്ലാവരോടും പറയും. ഇതൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് മാത്രം ഞാൻ മിണ്ടാതെ നിൽക്കുന്നതാ. എനിക്ക് ഇത്രയും കാലം എൻ്റെ വായും മൂടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ആരുമില്ലാണ്ടായി പോവോ? ഈ ജെറിച്ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്താൽ റീത്താമ്മച്ചി പോലും നമ്മളെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, എല്ലാം ഇപ്പം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇനി ജെറിച്ചേട്ടൻ നമ്മളുടെ അടുത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ജെറിച്ചേട്ടനോട് ഓപ്പണായിട്ട് പറയുക തന്നെ ചെയ്യും. ഇതൊക്കെ നമ്മ കണ്ട കാര്യങ്ങളും ഇനി നമ്മളുടെ ജെറിച്ചേട്ടൻ്റെ ഒരടവും നമ്മളുടെ അടുത്ത് ഇനി നടപ്പിലാവില്ലെന്ന് ജെറിച്ചേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. എന്തിനെങ്കിലും നിൻ്റെ അടുത്ത് വന്നാൽ നീ എന്നോട് പറഞ്ഞേക്കണം കേട്ടോ ടെൽസ എന്ന് ടാനിയയും പറയുകയാണ്. അലീന എന്ന് പറയുന്ന അവരുടെ ചേച്ചിയുടെ ബലത്തിൽ അവർ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് തന്നെ തുടങ്ങുകയാണ്. നാളെ പപ്പയെ കാണാൻ പോകുമെന്നും പിന്നീട് പപ്പയും അമ്മച്ചിയൊക്കെ ഒന്നായി ജീവിക്കുമെന്നുമുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണേ. ശുഭരാത്രി കൂട്ടുകാരെ.